ഹായ് ഫ്രണ്ട്സ്, ജേർണലിംഗ് ജേണയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെസിപ്റ്റ് നോട്ട് വൗച്ചറും റിജക്ഷൻ ഔട്ട് വൗച്ചറും എന്തിനാണ് യൂസ് ചെയ്യേണ്ടത്, അതുപോലെ അതെങ്ങനെയാണ് ടാലി പ്രൈമിൽ ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യും എന്നതിന് മുമ്പ് എന്താണ് റെസിപ്റ്റ് നോട്ട് വൗച്ചർ, എന്താണ് റിജക്ഷൻ ഔട്ട് വൗച്ചർ, അതിനെക്കുറിച്ച് നമുക്കറിയണം. അപ്പോൾ അതെന്താ നോക്കാം. സാധാരണയായിട്ട് നമ്മളൊരു സപ്ലയറുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കൊരു ബില്ല് അല്ലെങ്കിൽ ഇൻവോയ്സ് കിട്ടും. ആ ബില്ല് നോക്കിയിട്ടാണ് നമ്മൾ പർച്ചേസ് വൗച്ചർ എൻ്റർ ചെയ്യാറ്. ഓക്കെ, അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ബില്ലോട് കൂടിയിട്ടായിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ ബില്ലോട് കൂടി പർച്ചേസ് ചെയ്താൽ മാത്രമേ നമ്മൾ പർച്ചേസ് വൗച്ചറിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കൊരു ബില്ല് കിട്ടണമെങ്കിൽ ആ ബില്ല് വെച്ചിട്ട് അല്ലെങ്കിൽ ആ ബില്ല് നോക്കിയിട്ടാണ് നമ്മൾ പർച്ചേസ് വൗച്ചറിൽ ആ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ റിട്ടേൺ ചെയ്യുമ്പോൾ അവിടെയും ഒരു ബില്ല് ഉണ്ടെങ്കിൽ അത് നമ്മൾ സാധാരണയായിട്ട് ഡെബിറ്റ് നോട്ട് വൗച്ചറിലാണ് എൻ്റർ ചെയ്യാറ്. എന്നാൽ ചില സിറ്റുവേഷനിൽ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അവർ ബില്ല് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവില്ല, അവർ നമുക്ക് ബില്ല് തന്നിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മളുടെ കയ്യിൽ സ്റ്റോക്ക് വന്നു എന്ന് പറഞ്ഞ് കാണിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ബില്ല് കിട്ടാത്ത സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് പർച്ചേസ് വൗച്ചറിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്കത് പർച്ചേസ് വൗച്ചറിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് താൽക്കാലികമായിട്ട് ഈ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്ത് വെക്കാൻ നമ്മളൊരു വൗച്ചർ യൂസ് ചെയ്യും. ആ വൗച്ചറിന് പറയുന്ന പേരാണ് റെസിപ്റ്റ് നോട്ട് വൗച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ബില്ല് കിട്ടിയിട്ടില്ലെങ്കിൽ ആ ട്രാൻസാക്ഷൻ നമ്മൾ നമ്മളുടെ സോഫ്റ്റ്വെയറിൽ താൽക്കാലികമായിട്ട് റെക്കോർഡ് ചെയ്യണം. അങ്ങനെ റെക്കോർഡ് ചെയ്യണ ആ വൗച്ചറിന് നമ്മൾ പറയും റെസിപ്റ്റ് നോട്ട് വൗച്ചർ എന്ന് പറയും. അതേപോലെ നമ്മൾ റിട്ടേൺ ചെയ്യുമ്പോൾ ആ ബില്ലില്ലാതെയാണ് നമ്മൾ റിട്ടേൺ ചെയ്യണമെങ്കിൽ ആ റിട്ടേൺ നമ്മൾ ഡെബിറ്റ് നോട്ടിലല്ല എൻ്റർ ചെയ്യുക, അതും നമുക്ക് താൽക്കാലികമായിട്ട് റെക്കോർഡ് ചെയ്യാൻ വേറെ സെപ്പറേറ്റ് ഒരു വൗച്ചർ ഉണ്ട്. ആ വൗച്ചറിനെ നമ്മൾ റിജക്ഷൻ ഔട്ട് വൗച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് ടാലിയിൽ ചെയ്യേണ്ടത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനൊരു കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വൗച്ചേഴ്സിലേക്ക് പോവാം. ഇനി വൗച്ചേഴ്സിൽ പോയി എൻ്റർ അടിച്ചു. സാധാരണയായിട്ട് നമ്മൾ ടാലി ERP 9 ആണെങ്കിൽ നമ്മൾ F11 ഫീച്ചേഴ്സിൽ പോയിട്ട് വേണം ഡെലിവറി നോട്ടും അതേപോലെ റെസിപ്റ്റ് നോട്ട്, റിജക്ഷൻ ഔട്ട് ഇങ്ങനെയൊക്കെയുള്ള വൗച്ചേഴ്സ് എനേബിൾ ചെയ്യണമെങ്കിൽ F11 ഫീച്ചേഴ്സിൽ പോയിട്ട് വേണം. പക്ഷേ ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ എപ്പോഴും എടുക്കാറുള്ള പോലെ F10 അതർ വൗച്ചേഴ്സിൽ പോവാം. അതർ വൗച്ചേഴ്സിൽ ഉണ്ടായിരിക്കും ഷോ ഇനാക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഷോ ഇനാക്റ്റീവ് എൻ്റർ അടിച്ചു. അപ്പോൾ അതിനകത്തുണ്ടായിരിക്കും നമുക്ക് റെസിപ്റ്റ് നോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം. റെസിപ്റ്റ് നോട്ട് ഇൻവെൻ്ററി വൗച്ചറിൽ നമുക്ക് റെസിപ്റ്റ് നോട്ട് കാണാം. ആ റെസിപ്റ്റ് നോട്ടിൽ പോയിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ നമ്മളോട് ചോദിക്കും ആക്ടിവേറ്റ് നൗ. എസ്, ഒന്നുകൂടെ എൻ്റർ അടിച്ചു. നമുക്കിവിടെ റെസിപ്റ്റ് നോട്ട് വൗച്ചർ ഓപ്പൺ ആയി വന്നിട്ടുണ്ടാവും. ഫസ്റ്റ് നമ്മളിവിടെ റെഫറൻസ് നമ്പർ കൊടുക്കണം. അപ്പോൾ റെസിപ്റ്റ് നോട്ടിലെ റെഫറൻസ് നമ്പർ നമുക്ക് കൊടുക്കാം 2050 എന്ന് കൊടുത്തു. ഓക്കെ, പിന്നെ പാർട്ടീസ് അക്കൗണ്ട് നെയിം, പാർട്ടി ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. PQR എന്നാണ് പാർട്ടിയുടെ പേര് കൊടുത്തു. പാർട്ടിയുടെ അഡ്രസ്സും ഡീറ്റെയിൽസും എല്ലാം കൊടുത്തു, എൻ്റർ അടിച്ചു. പിന്നീട് നമ്മളോട് പർച്ചേസ് ലെഡ്ജറാണ് ചോദിക്കണേ. അവിടെ നമ്മൾ പർച്ചേസ് അക്കൗണ്ട് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ ലെഡ്ജർ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു. അടുത്തത് നെയിം ഓഫ് ഐറ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. LG TV എന്നുള്ള പ്രൊഡക്റ്റാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. LG TV കൊടുത്ത് എൻ്റർ അടിക്കുമ്പോൾ നമ്മളോട് ഇതുപോലെ ട്രാക്കിംഗ് നമ്പർ ചോദിക്കും. ആ ട്രാക്കിംഗ് നമ്പറിൻ്റെ അവിടെ നമ്മൾ മുകളിൽ റെഫറൻസ് നമ്പറായിട്ട് കൊടുത്തിട്ടുള്ള ആ നമ്പർ ഇവിടെ വന്നിട്ടുണ്ടാവും. ആ നമ്പർ നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്യണം. ട്രാക്കിംഗ് നമ്പറായിട്ട് 2050 എന്നുള്ള നമ്പർ സെലക്ട് ചെയ്തു. ഇനി ക്വാണ്ടിറ്റി നമ്മളിപ്പോൾ ഒരു 50 ക്വാണ്ടിറ്റി ആണ് പർച്ചേസ് ചെയ്യണത്. അപ്പോൾ 50 കൊടുത്തു. റേറ്റ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഐറ്റം ക്രിയേറ്റ് ചെയ്തപ്പോൾ റേറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ എമൗണ്ട് 5 ലക്ഷം രൂപ. നമ്മൾ എൻ്റർ അടിച്ച് സേവ് ചെയ്തു. ഓക്കെ, ഇപ്പം നമ്മൾ 50 ക്വാണ്ടിറ്റി പർച്ചേസ് അല്ല നമ്മൾ ചെയ്തിരിക്കുന്നത് പർച്ചേസ് വൗച്ചറിലല്ല, പക്ഷെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്തിരിക്കുന്നത് റെസിപ്റ്റ് നോട്ട് വൗച്ചറിലാണ്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് റിപ്പോർട്ട് നോക്കാം. സ്റ്റോക്ക് സമ്മറിയിൽ പോവാം. സ്റ്റോക്ക് സമ്മറിയിൽ പോയിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്കിവിടെ TV നമുക്ക് 50 എണ്ണം സ്റ്റോക്ക് ഉണ്ട്, അതായത് പർച്ചേസ് ചെയ്തിട്ടുണ്ട്.
ഇനി ജസ്റ്റ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നുള്ള റിപ്പോർട്ട് ഒന്ന് എടുത്ത് നോക്കുക. ആൾട്ട് F1 ഡീറ്റെയിൽസ്. ഇവിടെ നമുക്ക് പർച്ചേസ് എമൗണ്ട് വന്നിട്ടില്ല, പകരം പർച്ചേസ് ബിൽ ടു കം എന്ന് പറഞ്ഞിട്ടാണ് ആ 5 ലക്ഷം രൂപ കാണുന്നത്. അപ്പോൾ ഇവിടെ പർച്ചേസ്, നമ്മൾ പർച്ചേസ് വൗച്ചറിലല്ലല്ലോ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് നമുക്ക് പർച്ചേസ് എമൗണ്ട് വന്നിട്ടില്ല, പകരം നമ്മൾ റെസീപ്റ്റ് നോട്ടിലാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പർച്ചേസ് ബിൽ ടു കം, ബില്ല് വരാനുണ്ട്, അതുകൊണ്ടാണ് സെപ്പറേറ്റ് അക്കൗണ്ട് ആയിട്ട് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഇപ്പോൾ 50 എണ്ണം വാങ്ങിച്ചു, അതിൽ 5 എണ്ണം നമ്മൾ റിട്ടേൺ ചെയ്യണം. ബില്ല് ഇതുവരെ വന്നിട്ടില്ല, അപ്പോൾ 5 എണ്ണം റിട്ടേൺ ചെയ്യണം. അപ്പോൾ നമുക്കത് പർച്ചേസ് റിട്ടേൺ വൗച്ചറിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ റിജക്ഷൻ ഔട്ട് വൗച്ചർ യൂസ് ചെയ്യണത്. നേരത്തെ ചെയ്ത പോലെ F10 അതർ വൗച്ചേഴ്സ് എടുത്തു, ഷോ ഇനാക്റ്റീവ്, അതിനകത്തുണ്ടായിരിക്കും റിജക്ഷൻ ഔട്ട് എന്ന് പറഞ്ഞിട്ട്. റിജക്ഷൻ ഔട്ട് എൻ്റർ അടിച്ച ആക്ടിവേറ്റ് നൗ ചോദിക്കും. എസ്, നമ്മളത് ആക്ടിവേറ്റ് ചെയ്തു. റിജക്ഷൻ ഔട്ട് വൗച്ചർ ഓപ്പൺ ആയിട്ടുണ്ടായിരിക്കും. റിജക്ഷൻ ഔട്ടിൽ ഫസ്റ്റ് പറയുന്നത് ലെഡ്ജർ അക്കൗണ്ട് ആണ്. ലെഡ്ജർ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമ്മൾ ആർക്കാണോ റിട്ടേൺ ചെയ്യണത് പാർട്ടിയുടെ പേരുണ്ടായിരിക്കും, അത് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. നമ്മൾ ആ പാർട്ടിക്ക് നേരത്തെ അഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അഡ്രസ്സ് എല്ലാം ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. നമ്മളൊന്നും എൻ്റർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് പാർട്ടിയുടെ പേര് മാത്രമേ ഇവിടെ കാണിക്കുകയുള്ളൂ. ഇനി നെയിം ഓഫ് ഐറ്റം, ഏത് ഐറ്റമാണ് റിട്ടേൺ ചെയ്യണത് സെലക്ട് ചെയ്തു. ഇവിടെ നമ്മൾ പർച്ചേസ് ചെയ്ത ട്രാക്കിംഗ് നമ്പർ ഇവിടെ ഉണ്ട്, അതായത് റെസിപ്റ്റ് നോട്ടിൽ എൻ്റർ ചെയ്തപ്പോൾ നമ്മളൊരു ട്രാക്കിംഗ് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ട്രാക്കിംഗ് നമ്പർ നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ആ ട്രാക്കിംഗ് നമ്പർ പ്രകാരം നമ്മൾ എത്ര എണ്ണമാണോ ആ ബില്ലിൽ കാണിച്ചിട്ടുള്ളത് അതിവിടെ വന്നിട്ടുണ്ടായിരിക്കും. 50 എണ്ണമാണ് ക്വാണ്ടിറ്റി, അതിന് നമ്മൾ 5 എണ്ണമാണ് അല്ലെങ്കിൽ 10 എണ്ണം റിട്ടേൺ ചെയ്യാം. 10 എണ്ണം റിട്ടേൺ ചെയ്തു. റേറ്റ് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റർ അടിച്ച് സേവ് ചെയ്തു. ഓക്കെ, നമുക്ക് സ്റ്റോക്ക് സമ്മറി നോക്കാം. സ്റ്റോക്ക് സമ്മറിയിൽ പോയി ഇപ്പം നമ്മളുടെ കയ്യിൽ 40 എണ്ണേ ഉള്ളൂ. അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൾട്ട് F1 ഡീറ്റെയിൽസ് എടുത്തു. ഇപ്പോൾ നോക്കൂ, 4 ലക്ഷം രൂപയാണ് പർച്ചേസ് ബിൽ ടു കമ്മിൽ വന്നിട്ടുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇത് ബില്ല് വന്നു, നമുക്ക് ബില്ല് വന്നാൽ നമ്മൾ വീണ്ടും വൗച്ചേഴ്സിൽ തന്നെ പോയി. ഇനി ബില്ല് നമുക്ക് കിട്ടിയാൽ പിന്നെ നമ്മളത് ഏതിൽ എൻ്റർ ചെയ്യണം? പർച്ചേസ് വൗച്ചറിലേക്ക് മാറ്റണം. പർച്ചേസ് വൗച്ചറിൽ ഫസ്റ്റ് നമ്മൾ സപ്ലൈസ് ഇൻവോയ്സ് നമ്പർ എത്രയെന്നുണ്ടെങ്കിൽ അത് കൊടുത്തു. അത് കഴിഞ്ഞാൽ പാർട്ടീസ് അക്കൗണ്ട് നെയിം ഉണ്ടായിരിക്കും, പാർട്ടിയുടെ പേര് കൊടുത്ത് എൻ്റർ അടിച്ചു. ഇവിടെ നമ്മളോട് ട്രാക്കിംഗ് നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത ആ ട്രാക്കിംഗ് നമ്പർ ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. ആ ട്രാക്കിംഗ് നമ്പർ നമ്മൾ സെലക്ട് ചെയ്യാം, എൻ്റർ അടിക്കുക. അഡ്രസ്സൊക്കെ വന്നിട്ടുണ്ടായിരിക്കും, എൻ്റർ അടിച്ചു. അടുത്ത് പർച്ചേസ് ലെഡ്ജർ, പർച്ചേസ് അക്കൗണ്ട്. എൽ ജി ടി വി എത്ര ക്വാണ്ടിറ്റിയാണ്? 40 എണ്ണമാണ്. കാരണം 50 എണ്ണം പർച്ചേസ് ചെയ്തു, 10 എണ്ണം നമ്മൾ റിട്ടേൺ ചെയ്തു. ബാക്കി ആ ട്രാക്കിംഗ് നമ്പറിൽ ഉണ്ടാവുക 40 ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ആ 40 ക്വാണ്ടിറ്റി കൊടുത്ത് എൻ്റർ അടിച്ച് നമ്മളോട് മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് ചോദിക്കും. അവിടെ നമ്മൾ നമ്മുടെ ഇൻവോയ്സ് നമ്പറൊക്കെ കൊടുത്ത് സേവ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ റിപ്പോർട്ട് നോക്കുകയാണ്. സ്റ്റോക്ക് സമ്മറിയിൽ യാതൊരുവിധ മാറ്റവും ഇല്ല, ക്വാണ്ടിറ്റി 40 തന്നെ ആയിരിക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പോയി ആൾട്ട് F1 അടിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ പർച്ചേസ് ബിൽ ടു കം എന്നുള്ളത് എങ്ങോട്ട് മാറിയിട്ടുണ്ടാവും? പർച്ചേസിലേക്ക് മാറിയിട്ടുണ്ട്. പർച്ചേസ് ബിൽ ടു കം എന്നുള്ളത് പർച്ചേസിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു, അപ്പോൾ നമ്മൾ പർച്ചേസ് എമൗണ്ട് ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റെസീപ്റ്റ് നോട്ട് വൗച്ചറും റിജക്ഷൻ ഔട്ട് വൗച്ചറും. റെസീപ്റ്റ് നോട്ട് നമ്മൾ യൂസ് ചെയ്തത് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ബില്ല് കിട്ടിയിട്ടില്ല. അപ്പോൾ ബില്ല് കിട്ടാത്തതുകൊണ്ട് നമുക്ക് പർച്ചേസ് വൗച്ചറിൽ ഈ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ റെസീപ്റ്റ് നോട്ട് വൗച്ചറിൽ താൽക്കാലികമായിട്ട് റെക്കോർഡ് ചെയ്യണത്. അപ്പോൾ പർച്ചേസ് ബില്ല് ഇല്ലാതെ നമ്മൾ പർച്ചേസ് ചെയ്താൽ താൽക്കാലികമായിട്ട് റെക്കോർഡ് ചെയ്യാൻ യൂസ് ചെയ്യണ വൗച്ചറാണ് റെസീപ്റ്റ് നോട്ട് വൗച്ചർ. അതേപോലെ റിട്ടേൺ ചെയ്യുമ്പോഴും ബില്ലില്ലെങ്കിൽ പർച്ചേസ് റിട്ടേൺ താൽക്കാലികമായിട്ട് റെക്കോർഡ് ചെയ്യാൻ യൂസ് ചെയ്യണ വൗച്ചറാണ് റിജക്ഷൻ ഔട്ട് എന്ന് പറയുന്ന വൗച്ചർ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ ഈ ചാനൽ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് അക്കൗണ്ട്സ് പഠിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് നിങ്ങൾ ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം പുതിയൊരു ടോപ്പിക്കുമായിട്ട്. ഓക്കെ, താങ്ക് യു, ബൈ.